മോനെ ദേ കാക്ക. കഴിച്ച്. ഇറങ്ങ. പതുക്കെ ഇറങ്ങണം. അനന്തൻ ഡോക്ടറല്ലേ? ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അനന്തേട്ടൻ ഒരിടം വരെ പോയിരിക്ക. വൈകിട്ടേ വരൂ. അകത്തേക്കിരിക്കൂ. നന്ദേട്ടനുണ്ട്, വിളിക്കാം. വേണ്ട, ഞങ്ങൾക്ക് അനന്തൻ ഡോക്ടറെ കാണണ്ടേ. എന്നാ വൈകുന്നേരം വന്നാ മതി. ശരി, പോവാ. ആരാ? അനന്തേട്ടന്റെ പേഷ്യൻസ് ആണെന്ന് തോന്നുന്നു. ഓ, അത് ഞാൻ മറന്നുപോയി. ഈ വീട്ടിലിപ്പോ ഒരു ഡോക്ടറല്ലേ ഉള്ളൂ. നന്ദേട്ടൻ അകത്തുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. സീരിയസ് ഒന്നും ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവര് പോയത്. പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. എന്റെ ഭർത്താവിനൊരു കയ്യബദ്ധം പറ്റിയപ്പോ നിങ്ങളൊക്കെ അത് ശരിക്കും മുതലെടുക്കാണല്ലേ. ചേച്ചി എന്താ ഇങ്ങനെ? വേണ്ടപ്പെട്ടവർ തന്നെ വിളിച്ചു കൂവുമ്പോ രോഗികളെ കാണാൻ മടിക്കുന്നതിൽ എന്താ അതിശയം? അവിടെ നിന്നേ. എങ്ങോട്ട് രാവിലെ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഓടുന്നത്? നിന്നോട് മിണ്ടാൻ നിന്നാലേ എന്റെ പോക്ക് മടങ്ങും. എനിക്ക് അനന്തന്റെ വീട് പണിയുടെ കാര്യങ്ങൾ നോക്കണം. അവിടെ നിന്നേ. അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അതേടി, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാ നീ 3 നേരം ഞണ്ണുന്നത്. ശ്രീജമ്മോട് കല്യാണത്തിന് പോലെ ഒരു സാരി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? അത് ശരി, അപ്പൊ അതാണ് കാര്യമല്ലേ? എന്നാലേ എനിക്ക് മനസ്സില്ല. അത് മോൾ അമ്മയോട് ചോദിക്കേ. എടി, നീ കുഞ്ഞിനെ കണ്ടെങ്കിലും പഠിക്കേ. ഓ, ഈ പറയുന്ന ആള് പിന്നെ. മോളെ സ്കൂളിൽ പോകാൻ റെഡിയാ വേഗം. എന്റെ സാരിയുടെ കാര്യം പോവാടി അവിടുന്ന്. ഹലോ, ഡോക്ടറല്ലേ? യെസ്. ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗി വല്ലാതെ ബഹളം വെക്കുന്നു. സെഡേഷൻ വല്ലതും കൊടുത്തോ? ഇല്ല, സീരിയസ് ആയതിന് കൊടുത്തില്ല. ഡോക്ടർ വന്നിട്ടാവുമെന്ന് കരുതി. ഞാൻ ഉടനെ വരാം. പുറപ്പെട്ടു കഴിഞ്ഞു. അല്ല, പുറപ്പെട്ടോ? എന്താ? ചേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ചേട്ടനല്ലേ മുകളിൽ? അമ്മയും ചേട്ടനും കൂടി ഗുരുവായൂർക്ക് പോയത് മറന്നുപോയോ? ഓ, എന്റെ ആളെവിടെ? മോളിലുണ്ട്. എനിക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകണല്ലോ. ഒരു എമർജൻസി കേസ് ഉണ്ട്. നീ പറഞ്ഞാൽ മതി. അയ്യോ അനന്തേട്ടാ, നിങ്ങളോട് വീട് വരെ ഒന്ന് വരാൻ ഞാൻ വിഷ്ണുനോട് പറഞ്ഞയച്ചായിരുന്നല്ലോ. എന്താ അവൻ പറഞ്ഞില്ലേ? പറഞ്ഞു. നന്ദുവിന് ഇവിടെ ആകെ തിരക്കായിരുന്നു. അവൻ എന്നാ തിരക്കില്ലാത്തത്? നിനക്കെങ്കിലും ഒന്ന് വരാമായിരുന്നില്ലേ? മറ്റുള്ളവരോ വരുന്നില്ല. അനന്തൻ എവിടെ? ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു എമർജൻസി കേസ് ഉണ്ടെന്നാ പറഞ്ഞത്. അനന്തനെ ഒന്ന് അത്യാവശ്യമായി കാണാൻ കൂടിയാ ഈ തിരക്കിനിടയിൽ ഞാൻ ഓടി വന്നത്. നിന്റെ ഭർത്താവിനില്ലാത്ത അത്ര തിരക്കാണല്ലോ ഹോസ്പിറ്റൽ അനന്തന്. ഇത്രയും നേരം കാത്തിരുന്ന് എന്നെ വേണം പറയാൻ. ഉടനെ വരും. ചായ കുടിക്കൂ. എനിക്കും പോയിട്ട് അല്പം എമർജൻസി ഉണ്ട്. എന്ത് എമർജൻസി ആയാലെന്താ? ഒന്ന് ഇവിടം വരെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. എന്റെ അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അനന്തൻ സംസാരിച്ചില്ലെന്ന് കരുതി നിന്റെ അച്ഛന് ഞാൻ വരുന്നവരോട് ഇരിക്കായിരുന്നില്ലേ? എന്തിനാ? ഉണ്ടായ നാണക്കേട് പോരെ? രാധയോട് പറഞ്ഞിരിക്കുന്ന സമയം മതിയായിരുന്നല്ലോ ഒന്ന് വന്ന് എന്റെ അച്ഛനോട് മിണ്ടിയിട്ട് പോവാൻ. അപ്പോ ഒരുതരം ഈഗോ. ഏയ്, അവൻ അങ്ങനൊന്നും കരുതി കാണില്ല. കരുതിയിട്ട് തന്നെയാ. ലുക്ക് നന്ദു, പല സ്ഥലത്തും നന്ദു ഇങ്ങനെ താഴ്ന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, കുറെ നാളായി ഈ അവഗണന തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് പറ്റിയ കൈപ്പിഴയിൽ നിങ്ങളെക്കാൾ വേദന ഇവിടെ മറ്റുള്ളവർക്കാ. നാട്യമല്ല, നാട്യം. സ്വന്തം അനിയൻ സഹതാപത്തിന്റെ പേരും പറഞ്ഞ് ഒളിച്ചും പാത്തും ചേട്ടനെതിരെ പറയുന്ന കുത്തുവാക്കുകളൊന്നും നിങ്ങൾ കേൾക്കാൻ ഇടയായിട്ടില്ല. നന്ദു എന്തേ ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഒന്നെനിക്ക് ഉറപ്പായി. ഞാനെല്ലാം തുറന്നു പറയുന്നു. നന്ദു അത് മനസ്സിലൊതുക്കി സഹിക്കുന്നു. അതല്ലേ സത്യം.
അച്ഛൻ വന്നോ? കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോ. അമ്മയ്ക്ക് അപ്പൊ വന്നു 3 മണിയായി മോനെ. എന്റെ ഗുരുവായൂരപ്പാ, എന്താ തിരക്ക്. ഹോ, അനന്ത, ഒരതിഥി വീട്ടിൽ വന്നിട്ടൊന്ന് കാണാൻ പോലും കഴിയാത്ത വിധം എന്ത് എമർജൻസി ആയിരുന്നാ നടക്കുന്നത്? പെട്ടെന്നൊരു ഫോൺ വന്നു. ഞാൻ രാധികയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. എടീ, ഒന്നുമല്ല, പണ്ടേ അനന്തൻ എന്റെ വീട്ടുകാരോട് വെറുപ്പാ. അവർക്ക് പകർച്ചവ്യാധി ഒന്നുമില്ല ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ. എടുത്തെന്താ ഇങ്ങനെ സംസാരിക്കുന്നു? ഒരു മിനിറ്റ് താമസിച്ചാ തീരുന്ന കേസാണെങ്കിൽ തീരട്ടാ. ചാവാൻ പോകുന്ന കേസുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ജീവൻ പോകുന്ന പിടിച്ചു നിർത്താനുള്ള വിദ്യയൊന്നും ഒരു ഡോക്ടറും പഠിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് കാറിന്റെ ടയർ പഞ്ചറായ നീ എന്തോ ചെയ്യും? എന്തോ ഞാനപ്പോ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ദയവായി ഇതൊരു ഇൻസൾട്ട് ആയിട്ട് എടുക്കരുത്. ഇൻസൾട്ട് തന്നെയാണ്. വന്നത് എന്റെ അച്ഛനാണല്ലോ. രാധികയുടെ അച്ഛനായിരുന്നെങ്കിൽ ഈ എമർജൻസി ഒക്കെ താനേ മാറുമായിരുന്നു. അങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ ചേച്ചി. അങ്ങനെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ. ഈയിടെയായി എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്ര മണ്ടിയൊന്നും അല്ല ഞാൻ. ഇത്രയൊക്കെ പറയാൻ എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങളെന്തോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഒരു സില്ലി മാറ്റർ ഇത്രയൊക്കെ വളർത്തി വലുതാക്കണോ? നിങ്ങൾക്കെല്ലാം സില്ലിയാണ്. എന്റെ വീട്ടുകാരും ഞാനും സ്വന്തം ചേട്ടനും ഉൾപ്പെടെ എല്ലാം സില്ലിയാണ്. അഹങ്കാരം തലയ്ക്ക് കയറിയാൽ അങ്ങനെയൊക്കെ തോന്നും. ഡോണ്ട് ടോക്ക് റബ്ബിഷ്. എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ അച്ഛനെ ചെന്ന് കാണാൻ. അനന്തേട്ട വേണ്ട. കുറെ നേരമായി മനുഷ്യന് ഹിംസ സഹിക്കാൻ തുടങ്ങിയിട്ട്. കുനിഷ്ട പിടിച്ച മനസ്സിന് എല്ലാം വിപരീതമായിട്ടേ തോന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ. അല്ലാതെ എനിക്ക് അഹങ്കാരം ഒന്നും ഉണ്ടായിട്ടല്ല. അനന്ത, നീ ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടി സംസാരിച്ചത്? നീ ഉണ്ടായിരിക്കും മോനെ. അമ്മ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇവൾ ആരെന്നറിയോ നിനക്ക്? ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വരുന്നവരെ രാവിലത്തെ ബെഡ് കോഫി മുതൽ അത്താഴം വരെയുള്ള നിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇവളാ. നിന്റെ അഴുക്ക് വസ്ത്രങ്ങൾ പോലും കഴുകിടാൻ അവൾ മടി കാണിച്ചിട്ടില്ല. 1000 തവണ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീദേവി എനിക്ക് അമ്മയെ പോലെയാണെന്ന്. ആ അവളെയാണോ നീ ഇങ്ങനെ പറഞ്ഞത്? ചേട്ടാ, അതിന് ഞാനിത് നോ, നീ ഇൻസൾട്ട് ചെയ്ത് അവളെയല്ല, എന്നെയാ. എന്നെ ഈ വീട്ടിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. മോനെ. ആ വഴി. മോനുറങ്ങിയോ? എന്താ അനന്തേട്ടാ ഇത്? ഇവിടെ ആരും ആരോടും ഒന്നും മിണ്ടുന്നില്ല. എല്ലാരും അവരവരുടെ മുറിയിൽ കയറി ഒരേ ഇരിപ്പ. ആരും ഇതുവരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇപ്പൊ തോന്നുന്നു നമ്മൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന്. കുറച്ചു നാളെങ്കിൽ കുറച്ചു നാൾ എല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്താ ഇത്? ഇവിടെ എന്താ ആരും ഒന്നും കഴിക്കാത്തത്? നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെ. അവൻ പട്ടിണി കിടക്കുമ്പോ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ചെറിയ കാര്യത്തിന് എന്റെ മോനൊന്ന് തോറ്റു കൊടുത്തൂടെ? അതിന് തക്കതായി ഇവിടെ എന്തുണ്ടായമ്മേ? ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു മോനെ. എന്റെ ദൗർബല്യം എന്താണെന്ന് അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. എവിടെ തൊട്ടാൽ അത് വാടുമെന്നും അറിയാം. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കേട്ടപ്പോ ഞാനും എന്തൊക്കെയോ പറഞ്ഞുപോയി. കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിൽ തല്ലുകൂടുമ്പോഴും വഴക്കൂടുമ്പോഴും ഒക്കെ എപ്പോഴും ചേട്ടൻ തോറ്റു വന്നിട്ടുണ്ട്. ഞാൻ ജയിച്ചു കാണുന്നതായിരുന്നു ചേട്ടൻ എന്നും ഇഷ്ടം. പല പ്രാവശ്യം തോറ്റു തന്നിട്ടുള്ള എന്റെ ചേട്ടന്റെ മുമ്പിൽ ഒരു തവണയല്ല 100 തവണ തോൽക്കാനും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ചെയ്ത് തെറ്റായെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ചേട്ടൻ വന്ന് ആഹാരം കഴിക്കണം.